ഞാനേ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുരുമുളപ്പിച്ചിട്ടുണ്ടായ പേരത്തെ പ്രൂൺ ചെയ്തിട്ടുള്ള വീഡിയോ. ഇതിങ്ങനെ നല്ല ഹൈറ്റിൽ പൊന്തി പോയിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് നന്നായി പൊടിച്ചൊക്കെ വന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വലുതായി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പൂക്കയും കായ്ക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല, അവർക്ക് വളരാനുള്ള ടെൻഡൻസി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതൊരു മുട്ടിട്ടിട്ടുണ്ട്. ഈ പേര ഉണ്ടോ? ഇവിടെ ഒരു മുട്ട വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനൊരു വളം കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട്. എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കപ്പലിൻ്റെ പിണ്ണാക്ക് ഇതൊക്കെ പുളിപ്പിച്ചിട്ട് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ പഴച്ചെടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ പ്രൂണിങ്ങിൻ്റെ ഫലം കണ്ടില്ലേ? ഇപ്പോൾ ഒരു 3 വർഷമായിട്ടുണ്ടാവും കേട്ടോ ഞാൻ ഈ കുരുമുളപ്പിച്ച് പേരത്തെ നട്ടിട്ട്. മുട്ടിട്ടിട്ടുണ്ട്. ഇത് പിടിച്ച് കിട്ടുമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ മണ്ണിൽ നട്ട തൈകൾക്കായാലും ഡ്രമ്മിൽ നടുന്ന തൈകൾക്കായാലും പ്രൂണിങ് അത്യാവശ്യമാണ്. നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പൂക്കും കായ്ക്കൊക്കെ ചെയ്യും. തവണ റംബൂട്ടാൻ ഒരു കൊല പൂവ് ഇട്ടിട്ടുള്ളൂ. അതുമ്മേൽ കായ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടായതൊക്കെ കൊഴിഞ്ഞു പോയി. പിന്നെ നമ്മളുടെ മാതള നാരങ്ങ വരുന്നുണ്ടായിട്ടുണ്ട്. പൂവൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട, ഇതൊരു നെല്ലിമരമാണ്. ഇത് കൃഷിഭവനിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. നല്ല വലിയ ഒരു മരം പോലെയായി വന്നിട്ടുണ്ട്. ഇത് കായ്ക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ. ഒരു ഡ്രമ്മിലാണ് ഞാൻ അത് നട്ടിട്ടുള്ളത്. ഇത് ഹൈബ്രിഡിനാണോ സാധാ തൈയാണോ എന്ന് അറിയില്ല. ഇത് എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഇല കൊഴിയും. ഇപ്പോൾ ഒരു ഫെബ്രുവരി മാസത്തിൽ ഇതിൻ്റെ ഇല കൊഴിഞ്ഞു. എന്നിട്ട് ഇപ്പോൾ നന്നായി ഇപ്പോൾ ഇലയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മളെ ബുഷ് ഓറഞ്ച് നിറച്ച് പൂവുണ്ട്, കായുണ്ട്. നിറച്ച് കായൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ കശുമാവ്. ഇതൊരു കുഞ്ഞു കശുമാവാണെങ്കിലും കുറേ കശുമാങ്ങ കിട്ടിയിട്ടാണ് നമ്മൾക്ക്. അങ്ങനെ കൊലയായിട്ടുണ്ടാവുന്നുണ്ട്. നല്ല മധുരമുള്ള ചോന്ന കളറിലുള്ള കശുമാങ്ങയാണിത്. നമ്മളെ പ്രിക്കോസി ജബോട്ടിക്ക അപ്പോൾ പഴുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് പൊട്ടിക്കാം.